സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ വായിക്കുന്നു, കേൾക്കുക. യേശുവോ ഒലിവുമലയിലേക്ക് പോയി. അതികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു. ജനം ഒക്കെയും അവന്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്നു അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ. 7-ാം അധ്യായം 53-ാം വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ ഓരോരുത്തൻ താന്താന്റെ വീട്ടിൽ പോയി. യേശുവോ ഒലിവുമലയിലേക്ക് പോയി. അതായത് അതിൻ്റെ തലേ രാത്രി അവിടെ മീറ്റിംഗ് നടന്നു. മീറ്റിംഗ് കഴിഞ്ഞിട്ട് എല്ലാവരും അവരുടെ ഭവനത്തിലേക്ക് പോയി. യേശു എവിടേക്കാണ് പോയത്? ഒലിവുമലയിലേക്ക് പോയി. എന്തിനാണ്? പ്രാർത്ഥിക്കുന്നതിനായി. അവൻ പകൽ മുഴുവൻ ശുശ്രൂഷ ചെയ്യുമായിരുന്നു, രാത്രികാലത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മിൽ അനേകം ആളുകളും പൂർണ്ണ മനസ്സോടെ പ്രാർത്ഥിക്കുന്നില്ല. നാം വാക്കുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ ഹൃദയം കൊണ്ട് നാം പ്രാർത്ഥിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല, നമ്മുടെ ബന്ധനങ്ങൾ അഴിയുന്നില്ല, നാം ചോദിക്കുന്നത് ലഭിക്കുന്നില്ല. നമ്മെ ഉപദ്രവിക്കുന്നതായ പിശാചിനെ ജയിക്കുവാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് എന്തു തന്നെ സംഭവിച്ചാലുമില്ലെങ്കിലും പ്രാർത്ഥിക്കുവാൻ പഠിക്കുക. യേശുക്രിസ്തു ശിഷ്യന്മാരെ പ്രസംഗിക്കുവാനല്ല പഠിപ്പിച്ചത്, ചർച്ചുകൾ പണിയാനല്ല പഠിപ്പിച്ചത്, മറ്റു ഒരു വിഷയങ്ങളുമല്ല അവൻ പഠിപ്പിച്ചത്. എന്താണ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്? പ്രാർത്ഥിക്കുവാനാണ് പഠിപ്പിച്ചത്. പ്രാർത്ഥിക്കുന്ന ഭക്തനെ കാണുകയാണെങ്കിൽ പിശാച് ഞെട്ടിവിറയ്ക്കാനിടയാകും. പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിലേക്ക് പിശാചിന് വരാൻ കഴിയില്ല. പ്രാർത്ഥന ഒരു വേലിയാകുന്നു നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭവനത്തിന് ചുറ്റും. കുടുംബ പ്രാർത്ഥന ചെയ്യുക, മക്കളോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരുപാട് ജോലികൾ ചെയ്യാറുണ്ട്. ആഹാരം പാകം ചെയ്യും, വഴക്കുണ്ടാക്കും, തല്ലുണ്ടാക്കും, യാത്ര ചെയ്യും, ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്നാൽ ഭർത്താവിനോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ചിലർക്ക് വളരെ നാണമാണ്. ഭാര്യയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ചില ആളുകൾക്ക്. ഒരിക്കലുമല്ല, അത് വലിയൊരു അനുഗ്രഹമാണ്. ഭാര്യയും ഭർത്താവും കരങ്ങൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാൽ, രണ്ടുപേരും മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചാൽ, രണ്ടുപേരും ഐക്യതയോടുകൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ മക്കളുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ അനുഗ്രഹവും നന്മയും ഉണ്ടാകും. യേശുക്രിസ്തു പ്രാർത്ഥിക്കുവാൻ പറയുക മാത്രമല്ലായിരുന്നു, അവൻ ജഡത്തിലായിരുന്നതായ സമയത്ത് ഈ ലോകത്തെ ജയിക്കുന്നതിന് വേണ്ടി, ശരീരത്തെ ജയിക്കുന്നതിന് വേണ്ടി, പിശാചിനെ ബന്ധിക്കുന്നതിന് വേണ്ടി, പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതികാലത്തു തന്നെ യേശു പിന്നെയും ദൈവാലയത്തിലേക്ക് ചെന്നു. ജനമെല്ലാം അവിടേക്ക് വരുവാനിടയായി. അതികാലത്തു തന്നെ അവൻ ദൈവാലയത്തിലേക്ക് പോയി. ജനമെല്ലാം അവിടേക്ക് വരാനിടയായി. അവൻ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ജനമെല്ലാം ശ്രദ്ധയോടെ കേട്ടിരിക്കുമ്പോൾ, പെട്ടെന്ന് ശാസ്ത്രിമാരും പരീശന്മാരും കൂടി ഒരു സ്ത്രീയെ തലമുടിയിൽ പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് വരികയാണ്. എല്ലാവരും കേട്ടിരിക്കുമ്പോൾ, എല്ലാവരും ദൈവവചനം കേൾക്കുമ്പോൾ ആ സ്ത്രീയെ അവിടേക്ക് അവർ കൊണ്ടുവരുന്നു. ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. എന്താണ് വ്യഭിചാരം ചെയ്തവർക്കുള്ള ശിക്ഷ? എന്താണ്? കല്ലെറിഞ്ഞ് കൊല്ലണം. ആരാണ് കൊല്ലേണ്ടത്? അവളുടെ പിതാവ് വന്നിട്ട് അവളുടെ മുഖത്ത് തുപ്പണം. ദേശത്ത് നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് എല്ലാവരും ചേർന്ന് കല്ലെറിഞ്ഞ് കൊന്നുകളയണം. ഒരു തരത്തിൽ നല്ലതാണെന്ന് തോന്നിപ്പോകും. എല്ലാവരെയും അങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ വ്യഭിചാരം ചെയ്യാൻ മുൻപോട്ട് വരുമോ? നമുക്കറിയാം, ഈ കാലത്ത് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും റേപ്പ് ചെയ്ത് കൊന്നുകളയുന്നത് നമുക്കറിയാം. വളരെ ക്രൂരമായി, മൃഗീയമായിട്ട് അനേകം ആളുകൾ ദുഷ്ടത പ്രവർത്തിക്കുന്നത് നാം അറിയുന്നതാണ്. അതേക്കുറിച്ച് അന്വേഷിക്കുകയാണെന്ന് പറയുന്നു, അവരെ പിടിക്കുമെന്ന് പറയുന്നു, അവരെ ശിക്ഷിക്കുമെന്നൊക്കെ പറയുന്നു. എന്താണ്? അതിനുള്ളിൽ തന്നെ അനേകം ആളുകൾ ഇതാ വീണ്ടും വീണ്ടും പല പല ഇടങ്ങളിൽ വ്യഭിചാരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ കാലത്ത് ഇത് വ്യഭിചാരമുള്ള തലമുറയെന്ന് വിളിക്കപ്പെടുന്നു. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പാപങ്ങളും ശരീരത്തിന് വെളിയിൽ ആയിരിക്കുന്നു. എന്നാൽ വ്യഭിചാരം ചെയ്യുന്ന വ്യക്തി, ജാരത്വം ചെയ്യുന്ന വ്യക്തി തന്റെ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവം നമുക്ക് ശരീരം നൽകിയത്
ദൈവത്തിന് വേണ്ടിയാണ്, എന്നാൽ പിശാചിന് വേണ്ടിയല്ല, വേശ്യകൾക്ക് വേണ്ടിയല്ല, അശുദ്ധീകരിക്കുവാൻ വേണ്ടി അല്ല. ഇവൾ ചെയ്തത് തെറ്റാണ്. തെറ്റാണോ അല്ലയോ? വ്യഭിചാരം ചെയ്തപ്പോൾ പിടിക്കപ്പെട്ടു. ഇപ്പോൾ ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമോ വേണ്ടയോ? കർത്താവിനോട് ചോദിക്കുന്നു. അവനെ പരീക്ഷിക്കാനായിരുന്നു ചോദിച്ചത്. ഒരുപക്ഷെ യേശു കർത്താവ് ശരി, അവളെ കല്ലെറിഞ്ഞ് കൊല്ലൂ പറയുകയായിരുന്നെങ്കിൽ, നീ എത്ര സ്നേഹമുള്ളവനാണ്, നീ ദയുള്ളവനാണോ, നീ കരുണയുള്ളവനാണോ എന്ന് പറഞ്ഞ് അവനെ കുറ്റം ആരോപിക്കുവാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. ഒരുപക്ഷെ അവളെ കൊല്ലണ്ട എന്ന് പറയുകയാണെങ്കിൽ, നീ എന്താ നീതിമാനാകുന്നുവോ, ഇവൾ പരിശുദ്ധയാണോ, ഇവളെ ഇങ്ങനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ദേശം മുഴുവൻ നശിക്കാനിടയാകും എന്ന് പറഞ്ഞ് കർത്താവിനെ കുറ്റപ്പെടുത്തുവാനും അവർ പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ കർത്താവ് എന്താണ് പറഞ്ഞത്? കല്ലെറിഞ്ഞ് കൊല്ലുവാൻ പറഞ്ഞോ, കൊല്ലണ്ട എന്ന് പറഞ്ഞോ? എന്താണ് പറഞ്ഞത്? നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ. അവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വേണ്ടി, ശിക്ഷിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടു വന്നതല്ലേ? നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞിട്ട് നിലത്ത് കുനിഞ്ഞിരുന്ന് തറയിൽ എന്തോ എഴുതിക്കൊണ്ടിരുന്നുവെന്ന്. യേശു എന്താണ് ചെയ്യുന്നത്? തറയിൽ എഴുതിക്കൊണ്ടേയിരുന്നു. പലപ്പോഴും നാം ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ നാം ചെയ്യാത്തത് കൊണ്ട് നാം നല്ലവരും അവർ ചീത്ത ആളുകളുമാണെന്നാണ്. നീ ചെയ്യുന്ന തെറ്റുകൾ നിനക്ക് തെറ്റായി കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടെന്നാൽ, മറ്റുള്ളവരുടെ തെറ്റുകൾ നീ വലുതായി കാണുന്നു, നിന്റെ തെറ്റ് നിനക്ക് ചെറുതായി കാണുന്നു. ഓരോരുത്തരുടെ തെറ്റുകൾ അവരവർ ഏറ്റുപറഞ്ഞാൽ ഈ ലോകത്തിൽ കോടതി ആകട്ടെ, ജയിലുകളാകട്ടെ, പോലീസാകട്ടെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എന്നാൽ നമുക്ക് ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തെറ്റുകൾ നാം ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാതെ മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടിട്ട് അവരെ നാം കുറ്റം വിധിക്കുകയാണ്. യേശുക്രിസ്തു ഇതിന് പരിഹാരം കണ്ടു. ഓരോ പ്രാവശ്യം ഒരു വ്യക്തിയെ നാം ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നാം അവരെ ചൂണ്ടുന്ന സമയത്ത് 3 വിരലുകൾ എങ്ങോട്ടാണ്? അപ്പോൾ നിന്റെ കാര്യം എങ്ങനെയാണ്? അവർ തെറ്റ് ചെയ്തെന്ന് പറയുന്നു, എന്നാൽ നിന്റെ കാര്യം എങ്ങനെയാണ്? ഇതാ ഈ വിരൽ എങ്ങനെയാണ് കാണിക്കുന്നത്? ദൈവം കാണുന്നുണ്ട്, ജാഗ്രത. നിന്റെ കാര്യം ആർക്കറിയാം? ദൈവത്തിനറിയാം. മറ്റുള്ളവരെ വിരൽ ചൂണ്ടിക്കാണിക്കുന്ന സമയം ഈ കാര്യങ്ങൾ നാം മനസ്സിലാക്കിയാൽ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നത് അവസാനിപ്പിക്കും. അനേകം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായി കലഹിക്കാറുണ്ട്. സാധാരണമായി യൗവനക്കാരായ മക്കൾക്ക് അവർക്ക് ആ സമയത്താണ് മീശയൊക്കെ വരുന്നത്, കണ്ടിട്ടുണ്ടോ? അപ്പോഴാണ് അവർക്ക് കുറച്ച് ഗമയൊക്കെ ഉണ്ടാകുന്നത്. 13, 14, 15, 16, 17, 18, 19 ഈ പ്രായത്തെ ടീനേജ് എന്ന് വിളിക്കും. ആ സമയത്ത് അവർ മുതിർന്നവരും അല്ല, കൊച്ചുകുട്ടികളും അല്ല. അവർ അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ ചെയ്തേക്കാം. അവർ പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കണം, അനുഭവിക്കണം, പുതിയ പുതിയ കാര്യങ്ങൾ കാണണം. അതുപോലെ എതിർലിംഗത്തിലുള്ളവരോട് ആകർഷണം, ആൺകുട്ടിക്ക് പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ ആൺകുട്ടിയോടും ആകർഷണം തോന്നും. അത് ദൈവം തന്നെ കൊടുത്തിരിക്കുന്നതാണ്. എന്നാൽ അത് ശരിയായ മാർഗത്തിൽ ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് അവർ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതായ സമയത്ത് മാതാപിതാക്കൾ അത് കണ്ടുപിടിച്ചാൽ അവർ എന്താണ് ചെയ്യുന്നത്? നീ ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നോ? നിന്നെ ഞാൻ കാണിച്ചു തരാം, നിന്റെ ഫീസ് ഞാൻ ഇനി കൊടുക്കത്തില്ല, നീ പറഞ്ഞാൽ അനുസരിക്കത്തില്ലല്ലോ, ഒന്നിനും കൊള്ളാത്തവൻ, പറഞ്ഞാൽ കേൾക്കാത്തവൻ, അനുസരണ കെട്ടവൻ, നീ എൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചല്ലോ, പോയി ചാകടാ എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ എന്താണ്? ഒരു തവണ ആ പിതാവ് ചിന്തിക്കുകയാണ്, ഞാൻ 13-14 വയസ്സുണ്ടായിരുന്ന സമയത്ത് ഞാൻ എന്തെല്ലാം അനുസരണക്കേടുകൾ കാട്ടി, ഞാൻ എന്തെല്ലാം നാശമായിരുന്നു അന്നുണ്ടാക്കിയത് എന്നതൊക്കെ മനസ്സിലാക്കി ആ കുട്ടിയെ ഉപദേശിച്ചാൽ എങ്ങനെയായിരിക്കും ഉപദേശം? അവൻ മാറുമോ ഇല്ലയോ? മോനെ, യൗവനപ്രായമാടാ, ഞാനും ഇങ്ങനെയൊക്കെ ജീവിച്ചവനാണ്, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നമുണ്ടായി, നീ അങ്ങനൊന്നും ചെയ്യരുത് മോനെ, തെറ്റായ കാര്യങ്ങൾ ചെയ്യരുത്, പാപം ചെയ്യാൻ വേണ്ടി പോകരുത് എന്ന് സ്നേഹത്തോടെ പറയാനിടയാകും. അനുഭവത്തിൽ കൂടി പറയും. ഇന്ന് ആരെങ്കിലും നമുക്ക് ഉപദേശിക്കണമെങ്കിൽ ആദ്യം നമ്മെ തന്നെ നാം പരിശോധിക്കണം. മറ്റുള്ളവരെ കുറ്റം വിധിക്കുമ്പോൾ ആദ്യം നമ്മുടെ തെറ്റുകൾ നാം മനസ്സിലാക്കണം. യേശുക്രിസ്തു പഠിപ്പിച്ച പാഠമാണത്. നമുക്ക് സമാധാനത്തോടെ ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ, നാം പരസ്പരം കുറ്റാരോപണങ്ങൾ നടത്താതെ നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ, ഒന്നാമതായി നമ്മുടെ തെറ്റുകൾ നാം മനസ്സിലാക്കണം. അവൻ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്തായിരിക്കും എഴുതിക്കൊണ്ടിരുന്നത്? എന്തെഴുതിയിരിക്കാം? ദൈവം എന്താണ് വിരൽ കൊണ്ട് എഴുതിയത്? നോക്കൂ, 10 കൽപ്പനകൾ ശ്രദ്ധിക്കുക. പുറപ്പാട് പുസ്തകം 32:16. പലക ദൈവത്തിന്റെ പണിയും
പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിന്റെ എഴുത്തും ആയിരുന്നു. ഉൽപ്പത്തിയും പുറപ്പാടുമൊക്കെ മോശയാണ് എഴുതിയത്, എന്നാൽ ഇത് മോശയല്ല എഴുതിയത്. ലേവ്യ പുസ്തകവും സംഖ്യാപുസ്തകവും ആവർത്തന പുസ്തകവും എല്ലാം മോശ ദൈവം പറഞ്ഞത് കേട്ട് എഴുതി. എന്നാൽ 10 കൽപ്പനകൾ ആരാണ് എഴുതിയത്? ദൈവത്തിന്റെ കൈകൊണ്ട് തന്നെ എഴുതി. എത്ര പേർക്ക് 10 കൽപ്പനകൾ അറിയാം? കൈ ഉയർത്തു. അത് പഴയ നിയമമാണ്, അത് മാറിപ്പോയി, അതിൻ്റെ ആവശ്യമില്ലെന്ന് ചിലർ പറയാറുണ്ട്. അങ്ങനെ ഈസിയായിട്ട് എടുക്കുവാൻ പാടില്ല. ദൈവത്തിന്റെ വചനങ്ങൾ നിത്യവും നിലനിൽക്കുന്നു. എത്ര പേർക്കറിയാം 10 കൽപ്പനകൾ? കൈകൾ ഉയർത്തുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതിൽ പറയുന്ന ഒരു വിഷയമാണ് ഇവിടെ പറയുന്നത്. എന്താണ്? വ്യഭിചരിക്കരുത് എന്ന കൽപ്പനയെക്കുറിച്ച് പറയുന്നു. അവൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും കുനിഞ്ഞു നോക്കുകയാണ്. ബൈബിളിൽ എഴുതിയിരിക്കുന്നു, അവർ അതു കേട്ടിട്ട് മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി കല്ലുകൾ താഴെയിട്ടിട്ട് തിരിച്ചുപോയി. എന്തുകൊണ്ടാണ്? ഞാനുമൊരു പാപിയാണ്, ഞാനും കൽപ്പന ലംഘിച്ചിട്ടുണ്ട്, ഞാൻ വ്യഭിചാരം ചെയ്തിട്ടില്ലെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ട്, ഞാൻ മോഷ്ടിച്ചിട്ടില്ലെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ട്, ഞാൻ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടില്ലെങ്കിലും കൊലപാതകം ചെയ്തിട്ടുണ്ട്, ഞാൻ കൊലപാതകം ചെയ്തിട്ടില്ല എങ്കിലും ഞാൻ അന്യന്റെ മുതൽ ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങനെയുള്ള പാപം ചെയ്തിട്ടില്ല എങ്കിലും ഞാൻ ദൈവത്തെ ആരാധിച്ചിട്ടില്ല, ഞാൻ ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട് എങ്കിലും ഞാൻ മാതാപിതാക്കളെ ബഹുമാനിച്ചിട്ടില്ല. ഇതിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എങ്കിലും നമ്മൾ ചിലർ കഴുത്തിൽ മാലയിടാറുണ്ട്. പണ്ട് കാലത്ത് നമുക്ക് റിങ് ആയിട്ട് ഉള്ള മാലകളുണ്ടായിരുന്നു. ആ ചെയിനിൽ ഒരു റിങ് പൊട്ടിപ്പോവുകയാണെന്ന് വിചാരിക്കുക. ആ ചെയിൻ ബാക്കിയുള്ളതെല്ലാം നല്ലതായിട്ടിരിക്കുന്നു, എന്നാൽ ഒരു കണ്ണി മാത്രം പൊട്ടിപ്പോകുന്നെന്ന് വിചാരിക്കുക, അത് പൊട്ടിപ്പോകും. അതുപോലെ നീ 10 ആജ്ഞയിൽ ഒരാജ്ഞ ലംഘിക്കുന്നു എന്ന് വിചാരിക്കുകയാണെങ്കിൽ നീ എന്താണ്? പാപം ചെയ്യുന്നു. 1 മാർക്കിനാണ് തോറ്റുപോയെന്ന് കുട്ടികൾ പലപ്പോഴും പറയാറുണ്ട്. എങ്ങനെയാണ് തോറ്റത്? 1 മാർക്കിന്റെ കുറവിൽ. നോക്കൂ, നാം എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞിരുന്നു. നിനക്ക് ധൈര്യമില്ലാതെ, നിനക്ക് പണമില്ലാത്തത് കൊണ്ട് ചില തെറ്റുകൾ നീ ചെയ്തിട്ടില്ലായിരിക്കാം. എന്നാൽ നിനക്കും പണം കിട്ടുകയാണെങ്കിൽ നീയും എന്തു ചെയ്യും? അവർ ചെയ്തതുപോലെ ചെയ്യും. എന്താണ്? എല്ലാ വ്യക്തികളും പാപം ചെയ്തവർ ആകുന്നു. അതുകൊണ്ട് നാം മറ്റുള്ളവരുടെ തെറ്റുകളെ കാണുമ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല, അവരെ വിധിക്കുവാൻ പാടില്ല. നാം മറ്റുള്ളവരെ വിധിക്കുവാൻ പാടില്ല. നാം അങ്ങനെ ചെയ്താൽ ദൈവം നമ്മെയും വിധിക്കും. അത് എൻ്റെ ജോലിയാണെന്ന് ദൈവം പറയുന്നു. അതുകൊണ്ട് ഈ കാലത്ത് നമ്മുടെ ഭവനങ്ങളിൽ വഴക്കുണ്ടാക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഭാര്യയുടെ കുറ്റം ഭർത്താവ് പറയുന്നു, ഭർത്താവിന്റെ കുറ്റം ഭാര്യയും പറയുന്നു. 2 പേരും തർക്കിച്ചുകൊണ്ടേയിരിക്കും, ആരും താഴുകയില്ല. എന്താണ് കുടുംബത്തിൽ സംഭവിക്കുന്നത്? വേർപിരിയാനിടയാകും, ഛിന്ന ഭിന്നമായി പോകും. നീ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ സഹിക്കാൻ പഠിക്കും, ക്ഷമിക്കാനിടയാകും, മറക്കാനിടയാകും, നിന്റെ കുടുംബത്തെ പണിയുവാൻ ഇടയാകും. ജ്ഞാനമുള്ള സ്ത്രീ തന്റെ വീട് പണിയുന്നു, മൂഢയായവളോ അത് പൊളിച്ചു കളയുന്നു. കർത്താവ് പറഞ്ഞ ഉടൻ തന്നെ എല്ലാ വ്യക്തികളും മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി. നമുക്കത് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 8-ാം വാക്യം. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട്, ശ്രദ്ധിക്കുക അടുത്ത വചനം, അവർ അത് കേട്ടിട്ട് മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് നമുക്ക് മനസ്സാക്ഷിയുണ്ട്. എത്ര ആളുകൾക്ക് മനസ്സാക്ഷിയുണ്ട്? കൈ ഉയർത്താമോ ഇപ്പോൾ? എന്താണ് പതിയെ കൈകൾ ഉയർത്തുന്നത്? ഇപ്പോഴാണ് ഉറക്കം എഴുന്നേറ്റത്? ചിലരുടെ മനസ്സാക്ഷി ഇപ്പോൾ ഉറങ്ങിക്കിടക്കുകയാണ്. ചിലരുടെ മനസ്സാക്ഷി കോമ സ്റ്റേജിലേക്ക് പോയിരിക്കുന്നു. ചിലരുടെ മനസ്സാക്ഷി മരിച്ചു പോയിരിക്കുന്നു. ചില ആളുകൾ മനസ്സാക്ഷിയിൽ ചൂടുവെച്ചവരാണെന്ന് പറയുന്നു. മനസ്സാക്ഷി, നാം തെറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമ്മോട് പറയുന്നതിന് മുൻപേ നമ്മുടെ മനസ്സാക്ഷി നമ്മോട് പറയും, നീ ചെയ്യുന്നത് തെറ്റാണ്, നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സാക്ഷി നമുക്ക് മുന്നറിയിപ്പ് തരാനിടയാകും. നീ മോഷ്ടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? നിന്റെ മനസ്സാക്ഷി നിന്നോട് പറയുന്നു അത് തെറ്റാണെന്ന്. നീ വ്യഭിചാരം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഭയപ്പെടുന്നു?
എന്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു? എന്തുകൊണ്ട് കഥ അടയ്ക്കുന്നു? എന്തുകൊണ്ട് നീ പേടിക്കുന്നു? മനസ്സാക്ഷി നിന്നെ ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കും. തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. അനേകം ആളുകൾ ഇന്ന് മനസ്സാക്ഷിയെ അനുസരിക്കുന്നില്ല. മനസ്സാക്ഷിയെ ദുഃഖിപ്പിക്കുന്നു. മനസ്സാക്ഷി നിന്നോട് പറയും. കുറെ തവണ നിന്നോട് പറഞ്ഞതിന് ശേഷമായി നീ വീണ്ടും മനസ്സാക്ഷിക്കെതിരായി പ്രവർത്തിച്ചാൽ പിന്നീടത് പ്രവർത്തിക്കില്ല. ഇപ്പോൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടണം എന്ന റൂൾസ് ഉണ്ട്. നിങ്ങൾ ആ ബെൽറ്റ് ഇടുന്നില്ല എങ്കിൽ ഇപ്പോൾ പുതിയ മോഡൽ കാറുകളിലാണെങ്കിൽ ഒരു സൈറൻ ഉണ്ടാകാനിടയാകും. നീ ബെൽറ്റ് ഇട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു ബ്രദറിനോട് പറഞ്ഞു, ഭയങ്കര കഷ്ടമാണ്, ഈ ബെൽറ്റ് ഇടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇടണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, കുറെ നേരം അലാറം അടിച്ചിട്ട് ഓഫായി പോകുമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യുമെന്നാണ്, ഒരു 5 മിനിറ്റോ ക്യൂ ലാസ്റ്റ് പറയും, പോകണമെങ്കിൽ പോയി ചാകാൻ പറയും. പിന്നെ അലാറം അടിക്കില്ല, നമ്മളോട് പറയില്ല. നമ്മുടെ മനസ്സാക്ഷിയും അങ്ങനെയാണ്. എന്താണ്? നിനക്ക് മുന്നറിയിപ്പ് നൽകാനിടയാകും. നീ അനുസരിക്കുന്നില്ല എങ്കിൽ പിന്നീട് മനസ്സാക്ഷി പറയില്ല. മദ്യപിക്കുന്നവരുടെ മനസ്സാക്ഷി പ്രവർത്തിക്കുകയില്ല. ആദ്യമായി കുടിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒളിച്ചു പോകാനിടയാകും. ആരും കാണാതെ ഭയപ്പെട്ടിരിക്കും, ഒളിച്ചിരുന്ന് മദ്യപിക്കും. എന്നാൽ കുറെ നാൾ കഴിഞ്ഞിട്ട് നേരെ മദ്യപിച്ചിട്ട് വരും. എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. എന്താണ് സംഭവിച്ചത്? അവന്റെ മനസ്സാക്ഷിക്ക് അറിയാൻ കഴിയുന്നില്ല. നാണമില്ല, പേടിയില്ല. കാരണം മനസ്സാക്ഷി മരിച്ചുപോയിരിക്കുന്നു. മനസ്സാക്ഷി മരിച്ചുപോയാൽ അത് മനുഷ്യന് വളരെ അപകടമാണ്. വളരെ വലിയതായ പാപങ്ങളിൽ കുടുങ്ങിപ്പോകാനിടയാകും. ചില ആളുകൾക്ക് മനസ്സാക്ഷി ചൂടുവെച്ച മനസ്സാക്ഷിയാണെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ അമ്മയ്ക്ക് ഞങ്ങൾ 8 പേരായിരുന്നു മക്കൾ. 8 മക്കളെ വളർത്തി വലുതാക്കണമെങ്കിൽ ഇന്നത്തെ മാതാപിതാക്കൾക്ക് അത് മനസ്സിലാവുകയില്ല. എത്ര കഷ്ടതയായിരുന്നു എന്നറിയാമോ? ഇപ്പോഴുള്ളതുപോലെ കുക്കറും മിക്സിയും ഗ്രൈൻഡറും മൈക്രോവേവ് ഓവനും അതൊന്നും ആ കാലത്ത് ഇല്ലായിരുന്നു. തുണി കഴുകണമെങ്കിൽ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് സോപ്പിട്ട് തല്ലി നനയ്ക്കണം. ചോറ് വെച്ചിട്ട് അത് ഊറ്റിയെടുക്കണം. ഒരുപാട് കഷ്ടതയായിരുന്നു. 8 മക്കളും എല്ലാവരും അടുത്തടുത്ത പ്രായത്തിലുള്ളവരാണ്. വെറുതെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും, അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട്. ഒരാൾ അങ്ങോട്ട്, ഒരാൾ ഇവിടെ, ഒരാൾ അപ്പുറത്ത്. അങ്ങനെ വഴക്കുണ്ടാക്കി അനുസരണക്കേട് കാണിക്കുന്ന സമയത്ത് നിന്റെ കാല് ഞാൻ തീക്കൊള്ളി വെച്ച് പൊള്ളിക്കുമെന്ന് അമ്മ പറയാറുണ്ടായിരുന്നു. ചട്ടുകം ചൂടാക്കിയിട്ട് നിന്നെയൊക്കെ പൊള്ളിക്കുമെന്ന് പറയാറുണ്ടായിരുന്നു. പറഞ്ഞ കേട്ടില്ലെങ്കിൽ ഈ ചട്ടുകം വെച്ചിട്ട് നിന്റെയൊക്കെ കാല് ഞാൻ പൊള്ളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞിരുന്ന് കരയുമായിരുന്നു. ഞങ്ങളുടെ അമ്മ പലപ്പോഴും ചട്ടുകം പഠിപ്പിച്ചു, എന്നാൽ ആരുടെയും കാൽക്കൽ വെച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ചില അമ്മമാർ കുറെ പറഞ്ഞിട്ടും അനുസരിച്ചില്ല എങ്കിൽ ഇവനെ ചട്ടുകം വെച്ച് പൊള്ളിക്കണമെന്ന് പറഞ്ഞ് പൊള്ളിച്ചുവെന്ന് വിചാരിച്ചാൽ പിന്നെ അവൻ നിലവിളിക്കാനിടയാകും. പിന്നെ എണ്ണ തേക്കണം, കെട്ടണം. പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും പറഞ്ഞാൽ കേൾക്കുന്നില്ല എങ്കിൽ നിന്നെ ചട്ടുകം വെച്ച് പൊള്ളിക്കുമെന്ന് പറഞ്ഞാൽ ആ ശരി പൊള്ളിച്ചോ. അങ്ങനെ ആ പയ്യന്റെ ദേഹം പിന്നെയും പൊള്ളിച്ചെന്ന് വിചാരിക്കുക. വീണ്ടും അത് കുറഞ്ഞുപോയി, വീണ്ടും പൊള്ളിച്ചു, വീണ്ടും കുറഞ്ഞു പോയി, വീണ്ടും പൊള്ളിച്ചു, പിന്നെയും കുറഞ്ഞു, വീണ്ടും പൊള്ളിച്ചു. കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ പൊള്ളിക്കുമെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല, എന്നാ പൊള്ളിച്ചോ എന്ന് പറയും. അവിടെ ആ തൊലിക്ക് തഴമ്പ് വെച്ചതുകൊണ്ട് വീണ്ടും അവന് ആ പൊള്ളൽ അവന്റെ ജീവിതത്തിൽ അറിയില്ല. അതാണ് ചൂടുവെച്ചതായ മനസ്സാക്ഷി എന്ന് പറയുന്നത്. അറിയുമോ, ചില ഭർത്താക്കന്മാർ രാവിലെ മദ്യപിച്ചിട്ട് രാത്രിയാകുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വരും. നിങ്ങൾ വീട്ടിലുണ്ടോ അങ്ങനെയുള്ള ഭർത്താക്കന്മാർ? കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ മദ്യപിച്ചു പോയി, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ഇനി ഒരിക്കലും കുടിക്കത്തില്ല, ഒരിക്കലും കുടിക്കില്ല. അപ്പോൾ നീ ഇത് വിചാരിക്കുന്നത് എന്റെ ഭർത്താവ് മാനസാന്തരപ്പെട്ടു, ഹല്ലേലൂയ ദൈവമേ എന്ന് പറയും. പിന്നെ നോക്കാം 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ആടി വരുന്നത്. എന്നിട്ട് വീണ്ടും കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കും. അങ്ങനെ എന്താണ് സംഭവിക്കുന്നത്? അതൊരു ശീലമായി മാറുകയാണ്. പ്രാർത്ഥിക്കുന്നത് ശീലമായി, കണ്ണുനീരൊഴുക്കുന്നത് ശീലമായി, പാപം ചെയ്യുന്നതും ശീലമായി. അതാണ് ചൂടുവെച്ചതായ മനസ്സാക്ഷി. പിന്നെ അവരെ മാറ്റുവാൻ കഴിയില്ല, ആർക്കും മാറ്റാൻ കഴിയില്ല. പുതുതായി വരുന്നൊരു വ്യക്തിയാണെങ്കിൽ, പുതുതായി യേശുവിനെ അറിഞ്ഞ വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ വചനം കേട്ട് മാനസാന്തരപ്പെടുമെന്നാൽ വചനം കേട്ട് ഇരിക്കുന്നവർ മനസ്സാക്ഷി എന്തു പറ്റും? മരവിച്ചു പോകും. യേസന്ന ദൈവദാസൻ ഒരു കഥ പറയുമായിരുന്നു. ഒരുപാട് മീറ്റിങ്ങുകൾ ഗ്രാമപ്രദേശങ്ങളിൽ അദ്ദേഹം സംഘടിപ്പിക്കുമായിരുന്നു. ഒരു ഗ്രാമത്തിൻ്റെ വെളിയിലായിട്ട് ഒരു വലിയ അലക്കുകല്ലുണ്ടായിരുന്നു. ആ അലക്കുകല്ലിൻ്റെ കീഴിൽ കുറേ തവളകളുണ്ടായിരുന്നു. അവിടെ ഒരു പുതിയ തവള വരാനിടയായി. അലക്കുകാരൻ ആ കല്ലിന് മേൽ തുണി കഴുകാൻ പോയി. അപ്പോൾ കഴുകുന്ന സമയത്ത് തുണി കല്ലിൽ അടിക്കാറുണ്ട്. അങ്ങനെ അലക്കിയ സമയത്ത് പഴയ തവളകൾ അവിടെ മിണ്ടാതെയിരുന്നു. പുതിയ തവള മാത്രം അമ്മോ എന്നും പറഞ്ഞ് എടുത്തു ചാടാനിടയായി. പഴയ തവളകൾ അതിനോട് പറയുകയാണ്, എന്തിനാണ് നീ ഇങ്ങനെ പേടിക്കുന്നത്? ഒരു കുഴപ്പവുമില്ല. ആ ശബ്ദം കേട്ടിട്ട് നീ ഭയപ്പെടേണ്ട.
അവൻ വരും, കുറേ നേരം ഇങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാക്കും, പൊയ്ക്കോളൂ. ഞങ്ങൾ ഇവിടെ ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. എന്താണ്? കുറേ സമയം മാത്രം ഒന്ന് ചെവി അടച്ചു കൊടുത്താൽ മതി, പിന്നെ നമുക്ക് പഴയ പോലെ ആയിരിക്കാം. എന്താണ്? ആ ദൈവദാസം വരും, കുറേ നേരം പ്രസംഗം ചെയ്യും, തിരിച്ചു പോകും. നീ അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. ഞാനത് ഉപേക്ഷിക്കാം, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്നൊന്നും നീ പറയണ്ട. ഒരു കുഴപ്പവുമില്ല. കുറച്ച് സമയം ഇരിക്കൂ, നല്ലൊരു ഭക്തനെ പോലെ ഇരിക്കൂ. എന്നിട്ട് നീ പോയിട്ട് പഴയ പോലെ തന്നെ ജീവിച്ചോളൂ. പുതുതായി യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് വചനം കേൾക്കുന്ന ആളുകൾ വചനം കേട്ടാൽ അപ്പോൾ തന്നെ, അതേ കർത്താവേ ഞാനൊരു പാപിയാണ്, അയ്യോ എന്തൊരു വലിയ ദൈവമാണ് നീ, 10 പൈസ പോലും ചിലവില്ലാതെ, ഒരു യാഗത്തിന്റെ അവസരമില്ലാതെ, ദക്ഷിണയുടെ അവസരമില്ലാതെ എൻ്റെ പാപമെല്ലാം ക്ഷമിക്കാമെന്ന് പറയുന്നു, എത്ര വലിയ ദൈവമാണ് ഇവൻ എന്ന് പറഞ്ഞ് അവർ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു. നിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ഇതെല്ലാം നിനക്ക് ശീലമായി പോയിരിക്കും. ഇത് അപകടമല്ലേ? ഇത് വളരെ അപകടമാണ്. ജീവനുള്ളവനെന്ന് നിനക്ക് പേർ ഉണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഇന്ന് അനേകർ മരിച്ചു ജീവിക്കുന്നവർ ആണ്. പുറമെ ഭക്തിയുള്ളവരായി ജീവിക്കുന്നു, എന്നാൽ അതിൻ്റെ ഒരു ശക്തിയെ അവർ ആശ്രയിക്കില്ല. ഒരുപാട് പേരുടെ മനസ്സാക്ഷി മരിച്ചു പോയിരിക്കുന്നു. മനസ്സാക്ഷിക്ക് എപ്പോഴാണ് ജീവൻ വരുന്നത് എന്ന് അറിയാമോ? മരിച്ചുപോയ മനസ്സാക്ഷിയാകട്ടെ, മരവിച്ചുപോയ മനസ്സാക്ഷിയാകട്ടെ, ക്ഷീണിച്ചുപോയ മനസ്സാക്ഷിയാകട്ടെ എപ്പോൾ ജീവിക്കുമെന്ന് അറിയാമോ? ദൈവത്തിന്റെ വചനം കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സാക്ഷി ഉണർത്തപ്പെടുവാൻ ഇടയാകും. നിന്റെ വചനം കേൾക്കുന്ന സമയത്ത് വെളിച്ചം ഉണ്ടാകുന്നു. അകൃത്യം നിമിത്തവും പാപം നിമിത്തവും നാം മരിച്ചവരായിരുന്നു, എന്നാൽ കർത്താവ് നമ്മെ എഴുന്നേൽപ്പിച്ചു. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരിക, ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ഇടയാക്കുക, മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ അവരെ ശീലിപ്പിക്കുക. എത്ര നേരം നീ വചനം കേൾക്കുന്നു എന്നത് ഒരു വശമാണ്, അതുപോലെ തന്നെ എത്ര നേരം നീ പ്രാർത്ഥിക്കുന്നു എന്നതും മറ്റൊരു വശം ആകുന്നു. നിങ്ങൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യം വരുത്താനിടയാകും. എന്താണ്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ അകൃത്യം മൂലം മരിച്ചുപോയതായ നമ്മുടെ ജീവിതത്തിൽ ജീവൻ ഉണ്ടാകും. മരിച്ചുപോയൊരു വ്യക്തിയുടെ നെഞ്ചിൽ ഒരു 30 കിലോ കയറ്റി വെച്ചിട്ട് എടാ എത്ര ഭാരമുണ്ടെന്ന് ചോദിച്ചാൽ അവനെന്ത് പറയും? 50 കിലോ കയറ്റി വെച്ചിട്ട് എടാ നിനക്കിപ്പോൾ പറയാൻ കഴിയുമോ എത്ര ഭാരമെന്ന് ചോദിച്ചാൽ അവനെന്ത് പറയും? ആ നെഞ്ചിൽ 50 കിലോ ഇരിക്കുന്ന സമയത്ത് അവന് ജീവൻ വന്നു എന്ന് വിചാരിക്കൂ, അവനപ്പോൾ എന്തു പറയും? ഒന്നും പറയില്ലേ? നെഞ്ചിൽ 50 കിലോ ഭാരം ഇരിക്കുമ്പോൾ ജീവൻ വരാനിടയായി, എന്തോ നെഞ്ചിലിരിക്കുന്ന പോലെ തോന്നുന്നു എന്ന് പറയുമോ? ആരാണ് എന്റെ നെഞ്ചിൽ ഭാരം കൊണ്ട് വെച്ചിട്ട് എനിക്ക് ശ്വാസം കിട്ടത്തിൽ എടുത്തു മാറ്റും, ഞാൻ ചാകാൻ പോകുന്നു എന്ന് നിലവിളിക്കുകയില്ലേ? അതാണ് പശ്ചാത്താപമുള്ളവർ. കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നപ്പോൾ ഞാൻ നല്ലവനാണെന്നാണ് പറഞ്ഞത്. ദൈവത്തിന്റെ വചനം അവരെ ഉണർത്താനിടയായപ്പോൾ, അവരിലേക്ക് ജീവൻ ഉണ്ടാകാനിടയായപ്പോൾ, ആ ജീവൻ അവരിലേക്ക് വന്നപ്പോൾ താൻ ചെയ്തതായ പാപം എത്ര വലുതാണെന്നും താൻ എത്ര വലിയ പാപിയാണ് എന്നും മനസ്സിലാക്കിയിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ നിലവിളിക്കാനിടയാകും. ഇന്ന് ക്രിസ്ത്യ സഭകളിൽ ഇങ്ങനെയുള്ള ഉണർവ് കാണുന്നില്ല, ഇങ്ങനെയുള്ള ജീവനെ കാണുന്നില്ല. പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതല്ലാതെ, സൗഖ്യങ്ങൾ സൗഖ്യമെന്ന് പറയുന്നതല്ലാതെ പശ്ചാത്താപം കാണുന്നില്ല. മദ്രാസിൽ ഞങ്ങൾക്കൊരു ചെറിയ സഭയുണ്ട്. ഒരു സമയത്ത് അവിടെ വലിയൊരു ഉണർവുണ്ടാകാനിടയായി. അങ്ങനെ ഉണർവുണ്ടായ സമയത്ത് താഴെ പായ വിരിച്ച് തറയിലിരുന്ന ആളുകൾ അവിടെ കണ്ണുനീർ വീണിട്ട് ആ താഴെ വിരിച്ച പായ മുഴുവൻ നനയാൻ ഇടയായി. അത്രമാത്രം പശ്ചാത്താപം അവരിൽ ഉണ്ടാകുവാൻ ഇടയായി. മദ്യപാനികൾ മാനസാന്തരപ്പെട്ടു. മറ്റുള്ളവർ പരസ്പരം വഴക്കുണ്ടാക്കിയ ആളുകൾ പരസ്പരം കൈ പിടിച്ചിട്ട് ക്ഷമ ചോദിക്കുന്ന സന്ദർഭം ഉണ്ടായി. അമ്മായിപ്പനും മരുമകനും പരസ്പരം മിണ്ടാതെ ജീവിച്ചിരുന്ന ആളുകൾ അവർ പരസ്പരം വന്നിട്ട് കാല് പിടിച്ച് ക്ഷമ ചോദിക്കാനിടയായി. മരുമകൻ പറഞ്ഞു, അപ്പ എന്റേതാണ് തെറ്റ്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അപ്പം പറഞ്ഞു, മകനെ എന്റേതാണ് തെറ്റെന്ന് പറഞ്ഞ് കരയുകയാണ്. അന്ന് കുടുംബങ്ങളിൽ എത്ര സമാധാനം ഉണ്ടായെന്നറിയാമോ? അതായിരുന്നു ഉണർവ്. വന്ന ആളുകൾ അതുപോലെ തന്നെ തിരികെ പോവുകയാണെങ്കിൽ, വചനം കേട്ടവർ അങ്ങനെ തന്നെ തിരിച്ചെഴുന്നേറ്റ് പോയാൽ അവിടെ ജീവൻ ഇല്ല, മനസ്സാക്ഷി ഉണർത്തപ്പെടുന്നില്ല. ദൈവസന്നിധിയിൽ വരുമ്പോൾ മനസ്സാക്ഷി ഉണർത്തപ്പെടണം, ഉണർത്തപ്പെടാനിടയാകും. അവരെല്ലാവരും കർത്താവിനെ കുറ്റം ആരോപിക്കാൻ വന്നു. എന്നാൽ മനസ്സാക്ഷി അവരോട് ഇടപെട്ട സമയത്ത് ഓരോരുത്തരുടെ പുറകെ ഓരോരുത്തർ കടന്നുപോയി. നിന്റെ തെറ്റ് മനസ്സിലാക്കി നീ കടന്നു പോവുകയാണോ? അതോ അത് ഏറ്റു പറഞ്ഞ്
പുതിയൊരു ജീവിതം ജീവിക്കുകയാണോ നിന്റെ ഇഷ്ടം? എഴുന്നേൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വായി തുറന്ന്, കർത്താവേ, ഞാൻ മോഷണം ചെയ്തിട്ടില്ല, ശരിയാണ്. എന്നാൽ ഞാൻ മറ്റുള്ളവരുടെ വസ്തുക്കളെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാനൊരു അത്യാഗ്രഹിയാകുന്നു. എന്നിൽ വ്യഭിചാരത്തിന്റെ ചിന്തകളുണ്ട് കർത്താവേ. ഞാൻ വ്യഭിചാരമൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ എൻ്റെ ചിന്തകൾ എല്ലാം ദോഷകരം ആകുന്നു. ഒരു സ്ത്രീയെയും എനിക്ക് നല്ല ചിന്തകളോടുകൂടി നോക്കുവാൻ കഴിയുന്നില്ല കർത്താവേ. എൻ്റെ ഹൃദയത്തിൽ പാപചിന്തകൾ ഉണ്ട്. ഞാനൊരു പാപിയാകുന്നു. എന്നോട് ക്ഷമിക്കണമേ. എല്ലാവരും വായി തുറന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ആരെയും കത്തിക്കൊണ്ട് കുത്തിയിട്ടില്ല, എന്നാൽ എൻ്റെ ഹൃദയത്തിൽ മറ്റുള്ളവരോടുള്ള പകയുണ്ട്, കോപം ഉണ്ട് കർത്താവേ. സഹോദരന് വിരോധമായി സംസാരിക്കുന്നവൻ നരകയോഗ്യനാണെന്ന് വചനം പറയുന്നുവല്ലോ. എൻ്റെ തെറ്റുകൾ ഞാൻ മനസ്സിലാക്കുന്നു. എന്നിലെ കോപം എടുത്തു കളയണമേ. അസൂയ എടുത്തു കളയണമേ. ഈ ജഡത്തിൻ്റെ ചിന്തകൾ എടുത്തു കളയണമേ. വിശുദ്ധമായ ജീവിതം എനിക്ക് നൽകണമേ. എൻ്റെ ഹൃദയത്തിൽ പിശാചിൻ്റെ ചിന്തകളുണ്ട്. എന്നിൽ ദുഷ്ടപ്രവർത്തികൾ ഉണ്ട്. എൻ്റെ ഹൃദയത്തിൽ പാപം കൂടുകെട്ടിയിരിക്കുന്നു. കർത്താവേ, ഈ ദിവസം നീ എന്നെ കഴുകണമേ. എൻ്റെ ഹൃദയത്തെ നിന്റെ ആലയമാക്കി മാറ്റണമേ. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ വരണമേ. വായ് തുറന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ നോക്കണമേ. ആരുടെ ഹൃദയത്തിൽ നിന്നാണോ ഞരക്കങ്ങൾ വരുന്നത്, അവരുടെ ജീവിതത്തിൽ നിന്ന് ഏത് പ്രാർത്ഥനയാണോ വരുന്നത്, അവരുടെ ജീവിതത്തിലെ കുറവുകൾ എന്തൊക്കെയാണ്, ഞങ്ങൾ ഏതവസ്ഥയിലാണ് ആയിരിക്കുന്നതെന്ന് നന്നായി അറിയുന്നതായ കർത്താവേ, ഞങ്ങളെ അറിയുന്ന യേശുവേ, നിനക്ക് നന്ദി കരേറ്റുന്നു. ഞങ്ങളുടെ ജീവിതം അറിയുന്ന കർത്താവേ, നിനക്ക് നന്ദി കരേറ്റുന്നു. ഞങ്ങളുടെ ഭാവി അറിയുന്ന കർത്താവേ, നിനക്ക് നന്ദി കരേറ്റുന്നു. ഞങ്ങളുടെ മുൻകാലങ്ങളെ അറിയുന്ന കർത്താവേ, നിനക്ക് നന്ദി കരേറ്റുന്നു. ഞങ്ങളോട് നീ ഇന്ന് ക്ഷമിക്കുമാറാകണമേ. ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. സമാധാനത്തോടെ പോകൂ. ഇനിയും നീ പോയി പാപം ചെയ്യരുത് എന്നതായ വാക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിയുവാൻ സഹായിക്കണമേ. നിന്റെ വചനങ്ങളെ അനുസരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇവിടെ ആരെങ്കിലും മദ്യപാനികൾ ഉണ്ടെങ്കിൽ, ഇവിടെയുള്ള വിശ്വാസികളുടെ ഭവനങ്ങളിൽ മദ്യപാനികൾ ഉണ്ടെങ്കിൽ, ദുശീലത്തിന് അടിമയായവർ ഉണ്ടെങ്കിൽ, നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ മദ്യപാനികളെയും വിടുവിക്കുമാറാകണമേ കർത്താവേ. അവർ ഇഷ്ടപ്പെടുന്ന ആ മദ്യപാനം ഉപേക്ഷിക്കുന്നതിനായി അവരുടെ സ്വഭാവത്തെ നീ മാറ്റണമേ. എത്രയോ ആളുകൾ ഇന്ന് ജീവിതത്തിൽ വിഷാദം ഉള്ളവരായിട്ട് മരിച്ചു പോകാൻ വേണ്ടി തീരുമാനമെടുത്ത ആളുകൾ, ഈ ദിവസം പ്രത്യാശയോടെ ജീവിക്കാൻ അവരെ സഹായിക്കണമേ. ഞാൻ ജീവിച്ചിരുന്നു കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. എന്റെ സ്ഥാനത്ത് എനിക്കായി യേശുക്രിസ്തു മരിച്ചത് കൊണ്ട് ഞാൻ അവന്റെ സാക്ഷിയായിട്ട് ജീവിക്കും എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് പോകുവാൻ സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും ഇന്നു മുതൽ നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.